വാട്ട് ഈസ് ദ സിറ്റുവേഷൻ നൗ? സർ, മുകളിലത്തെ പാർട്ടി ഹാളിൽ കളക്ടർ മകളുടെ ബർത്ത്ഡേ പാർട്ടി നടക്കവേ ഏതാനും അക്രമികൾ അവരെ ബന്ദിയാക്കിയിരിക്കുകയാണ്. പാർട്ടിയിൽ പങ്കെടുത്ത എല്ലാവരെയും അവർ പുറത്താക്കി ഹോട്ടലിലേക്കുള്ള എല്ലാ വാതിലുകളും അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഡിമാൻഡ് എന്താണെന്ന് വ്യക്തമല്ല. എന്നാലും ഇതൊക്കെ താൻ എന്നോട് ഫോണിൽ പറഞ്ഞ കാര്യങ്ങളല്ലേ? പോലീസ് ആക്ഷൻ എടുക്കാത്ത എന്താണ് ചോദിച്ചത്? അത് റിസ്ക് ആണ് സർ, വെരി ഡേഞ്ചറസ്. ഒരുപക്ഷെ കളക്ടറേയും കുടുംബത്തിന്റെ ജീവൻ തന്നെ. സത്യനാഥൻ എവിടെ? എനിക്കറിയില്ല സർ. ഇവനെന്താ ഫോൺ എടുക്കാത്തത്? ബലറാം എവിടെ? കോൺസ്റ്റബിൾ ബൽറാം റിപ്പോർട്ടിംഗ്. സത്യനാഥൻ എവിടെ പോയിടോ? വിളിച്ചിട്ട് കിട്ടുന്നില്ല സാർ. ക്വാർട്ടേഴ്സിന് പുറത്തു പോയെന്ന അമ്മ പറഞ്ഞത്. മൊബൈലിൽ വെല്ലടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. ഈ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ അവനിത് എവിടെ പോയതാ? വർഗം അതല്ലേ സാറേ. മഴക്കാറ് കണ്ടപ്പോ വല്ല മീൻ പിടിക്കാനോ തവളെ പിടിക്കാനോ മറ്റോ പോയി കാണും. ഇപ്പൊ അങ്ങ് ഒലത്തികളയും സംവരണ സി. സർ, സത്യൻ ഇമീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. ഒരു കാഷ്വാലിറ്റി ഉണ്ടാവാൻ പാടില്ല. ഫയർ എസ്കേപ്പ് വഴി ഞാൻ മുകളിലോട്ട് കയറാം. ഒന്നാമത്തെ നിലയിലെ ഏതെങ്കിലും ബാൽക്കണിയിലെ വാതിൽ തുറന്ന് ഞാൻ സിഗ്നൽ തരും. അപ്പൊ ബൽറാം കയറാം. യെസ്. രണ്ടാമത്തെ സിഗ്നലിൽ മാത്രമേ പോലീസ് ഫോഴ്സ് ഉള്ളിൽ വരാവൂ. ഓക്കെ, പ്രൊസീഡ്. സൂക്ഷിക്കണം. പ്ലീസ്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറയൂ. ഓക്കെ ഓക്കെ സാർ. ഹലോ മിസ്റ്റർ എസ് പി, കളക്ടറെയും കുടുംബത്തെയും രക്ഷിക്കാൻ നിങ്ങളയച്ച സർക്കിൾ ഇൻസ്പെക്ടർ ഞങ്ങളുടെ പിടിയിലായി കഴിഞ്ഞു. ഇനി ഒരിക്കൽ കൂടി പോലീസിനെ അയക്കുകയോ ഞങ്ങളെ പിടികൂടാൻ ശ്രമിക്കുകയോ ചെയ്താൽ സത്യൻ അവരുടെ പിടിയിലായെന്ന്. അയ്യോ സത്യം സാറ് വേഷപ്രച്ഛന്നായിട്ടിരിക്കണ്. ബൽറാം, Yes, sir. ഗെറ്റ് റെഡി. ഇൻസ്പെക്ടർ ബൽറാം സാറേ, എനിക്ക് ശക്തി തരൂ. ഈ കോൺസ്റ്റബിൾ ബൽറാമിന് ഡബിൾ പ്രൊമോഷൻ നേടി ഇൻസ്പെക്ടർ ബൽറാം ആക്കാൻ അനുഗ്രഹിക്കൂ, എന്നെ ആശീർവദിക്കൂ. ഉമ്മട മുത്തേ, ഉമ്മ ഉമ്മ. ജയിലിൽ കിടക്കുന്നവർ വിട്ടയക്കണം. കൂടാതെ 5 ലക്ഷം രൂപയും എത്തിക്കണം. ഒരാളെ കൂടി കിട്ടിയിട്ടുണ്ട് ബോസ്. എടോ എസ് പി, വീണ്ടും പോലീസിനെ അയച്ചു അല്ലേ?
അതിനറിയ സാധനം പിടിച്ചാൽ എന്റെ കൈ പറക്കണം. ഞാൻ ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടാവും. എങ്ങനെയാണ് ഇത്രയും ധീരമായി അവരെ മോചിപ്പിക്കാൻ കഴിഞ്ഞത്? തികച്ചും ടാക്ടിക്കായ ഒരു ആക്ഷനാണ് ഞാൻ സ്വീകരിച്ചത്. സത്യം പറഞ്ഞാൽ ജീവൻ പണയം വെച്ചുള്ള ഒരു കളി. അത് ഫലവത്തായതിൽ വളരെ സന്തോഷമുണ്ട്. മാരകായുധങ്ങളുമായി എത്തിയ അക്രമങ്ങളിൽ നിന്നും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കളക്ടറെയും കുടുംബത്തെയും രക്ഷിക്കാൻ കഴിഞ്ഞത് എന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തമായി ഞാൻ കാണുന്നു. That's all. സാർ ഇന്നലെ അങ്ങനെ ഒരു കളി കളിച്ചില്ലായിരുന്നെങ്കിൽ പേര് ക്രെഡിറ്റും ആ സംഭരണക്കാരൻ കൊണ്ടുപോയേനെ. കളിക്കോടോ, മുകുന്ദവർമ്മ ഇനിയും കളിക്കും. നിങ്ങളെയൊക്കെ പോലെ എന്റെ മുമ്പിൽ സല്യൂട്ട് അടിച്ചെന്ന ചെറ്റ സംവരണത്തിന്റെ പേരിൽ ഇപ്പൊ എന്റെ സെയിം റാങ്കിലാ. അവനെ ഒതുക്കിയില്ലെങ്കിൽ നാളെ അവനെ സല്യൂട്ട് അടിക്കേണ്ട ഗതികേട് വരും എനിക്ക്. അത് വരാതിരിക്കാൻ വേണ്ടി കളിച്ച കളി അസലായി. ചാനലുകളിലും പത്രങ്ങളിലും ഇങ്ങനെ നിറഞ്ഞാടുകല്ലേ. മുകുന്ദവർമ്മയുടെ സാഹസിക കഥകളും സർവീസ് ഹിസ്റ്ററികളും മുതല് ഇഷ്ടഭക്ഷണത്തിന്റെയും ധരിക്കുന്ന അടിവസ്ത്രത്തിന്റെയും കളറ് വരെയുള്ള വാർത്തകൾ ടി വിയിൽ ഇങ്ങനെ മിന്നിമായല്ലേ. കിത്തനെ കരം പേട്ടി കുട്ടിക്ക് കാര്യം പിടികിട്ടിന്ന് ഒന്ന് അഭിനന്ദിച്ചിട്ട് പോവാന്ന് കരുതി വന്നതാ. ഹാർട്ടി കൺഗ്രാചുലേഷൻ. അന്യന്റെ കുട്ടിയെ കാട്ടി അവൻ എന്റെ കുട്ടിയാണെന്ന് പറയാനുള്ള ഉളുപ്പില്ലായ്മയ്ക്കാണ് സത്യൻ ഡി ഷെയ്ക്കാൻ. യു ആർ കറക്റ്റ്. എനിക്കതിന് യാതൊരു ഉളുപ്പുമില്ല. പറഞ്ഞു വന്നാൽ അയൽപ്പക്കത്തും പരിസര പ്രദേശങ്ങളുമായി ഒരുപാട് കുട്ടികളുണ്ട് എനിക്ക്. റോയൽ ബ്ലഡ് അല്ലേ. പണ്ട് കാലത്ത് ക്ഷത്രിയ രക്തമുള്ളവരെ തപ്പിപ്പിടിച്ച് പിള്ളേരുണ്ടാക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോയൊരു വിത്താണോ എന്റെ മുമ്പിൽ നിന്ന് കുരയ്ക്കുന്നതെന്നാ എന്റെ സംശയം. ദൈവത്തിനൊപ്പം ഞാൻ കരുതുന്ന തരകൻ സാറിനെ കുറിച്ച് നീ വേണ്ടാതിനം പറഞ്ഞ. നിനക്ക് എന്റെ അച്ഛനാരാണെന്ന് അറിയണ്ട. മീൻകാരൻ വേലായുധന്റെ മോനാണ് ഈ CI സത്യനാഥൻ. മത്ത കുറ്റ കുമ്പളം മുളയ്ക്കടാ. Stop it! സർ, ഹീസ് മാഡ്. ഒരു പ്രൊവോക്കേഷനിലാണ് എന്നെ അറ്റാക്ക് ചെയ്തത്. ശരിയാണ് സാർ, തടസ്സം പിടിക്കാൻ ചെന്ന് ഞങ്ങൾക്കും കിട്ടി. സാർ ഞാൻ ഒന്നും പറയണ്ട, ഞാൻ നേരിട്ട് കണ്ടതല്ലേ. I will see that you are suspended from service. Now get out of here.